താമരശ്ശേരിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസ് കൊല്ലപ്പെട്ട സംഭവത്തിൽ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട കുടുംബം ഷഹബാസിന്റെ കൊലപാതകത്തിൽ മുതിർന്നവർക്കുള്ള പങ്ക് അന്വേഷിക്കുക, കുട്ടികൾക്ക് രക്ഷിതാക്കൾ നൽകിയ പ്രേരണ അന്വേഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നീ ആവശ്യം ഉന്നയിച്ചാണ് കുടുംബം മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടത്. ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇതിൽ ഉൾപ്പെട്ട ആളുകളെ നമ്മൾ നീതിക്ക് ഓരെയും കൂടി ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ നിവേദനത്തിൽ കൊടുത്തത് അതാണ്. ഇതിൽ പിന്നിൽ ആളുകളുണ്ട്, അതായത് രക്ഷിതാക്കളായ ആളുകളുണ്ട്. പ്രേരണ കുറ്റാണല്ലോ. ഇത് സാധനമൊക്കെ കഞ്ചകം കയ്യിൽ വെച്ച് ആ ഒരു ഇതൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ എന്താണ് ഒരു പ്രതീക്ഷ ഉണ്ട്, നമുക്ക് നീതി കിട്ടും എന്നുള്ളത്. അത് നമ്മൾ ഗവൺമെന്റിലും അതായത് നീതിപീഠത്തിലും ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. താമരശ്ശേരിയിൽ ഭർത്താവിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഷിബിലിയുടെ കുടുംബവും മുഖ്യമന്ത്രിയെ കണ്ടു. അന്വേഷണത്തിൽ പോലീസിനുണ്ടായ വീഴ്ച അന്വേഷിക്കണമെന്നും പ്രതികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്നും കുടുംബം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. നീതി ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയെന്ന് കുടുംബം പ്രതികരിച്ചു. പോലീസിന്റെ അടുത്ത് വീഴ്ചയാണെന്ന് പൊതുവെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ബോധ്യമുള്ളതുമാണ്. ആ കാര്യങ്ങളെപ്പറ്റി അന്വേഷിക്കണമെന്നും പ്രതിക്ക് തക്കതായ ശിക്ഷ നൽകി ആ കുടുംബത്തെ സങ്കട നിവൃത്തി വരുത്തി തരണമെന്നാണ് പരാതിക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പരാതിക്ക് അനുസൃതമായി കാര്യമായി ഇടപെടും എന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട്. MS അനീഷ് കുമാർ ചേരുന്നു കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. അനീഷ്, സമീപകാലത്ത് ഏറ്റവും കൂടുതൽ കോളിളക്കം സൃഷ്ടിച്ച 2 കേസുകൾ, രണ്ടും താമരശ്ശേരി പോലീസ് സ്റ്റേഷന്റെ പരിധിയിലായിരുന്നു. പോലീസിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് കൊല്ലപ്പെട്ട ഷഹബാസിന്റെയും ഷിബിലിയുടെയും കുടുംബങ്ങൾ ഉന്നയിച്ചത്. ഇപ്പോൾ മുഖ്യമന്ത്രി നേരിൽ കണ്ട് രണ്ടുപേരും പരാതി അറിയിച്ചിട്ടുണ്ട്. ഈ സംഭവത്തിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ, പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി വേണമെന്നൊരു ആവശ്യം 2 കുടുംബാംഗങ്ങളും ഉന്നയിക്കുന്നുണ്ടല്ലോ. മുഖ്യമന്ത്രി നേരിൽ കണ്ട് അവരെന്തൊക്കെ ആ കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അനീഷ്? ടോം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് ദിവസങ്ങളോളം ചർച്ച ചെയ്ത 2 കേസുകളാണ്. ഈ 2 കേസുകളിലും കൂടുതൽ കാര്യക്ഷമമായ അന്വേഷണം വേണം, നീതി ലഭ്യമാക്കണം എന്ന് ആവശ്യപ്പെട്ടാണ് മുഖ്യമന്ത്രിയെ ഇന്ന് ഈ കുടുംബാംഗങ്ങൾ കണ്ടത്. നേരത്തെ തന്നെ ഇവർ മുഖ്യമന്ത്രിയുടെ അനുമതി തേടിയപ്പോൾ കോഴിക്കോട് ഇന്ന് പരിപാടിക്ക് എത്തുമ്പോൾ കാണാമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. നേരത്തെ തന്നെ ഈ ഷഹബാസിന്റെ കുടുംബം പറഞ്ഞിരുന്നത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ കുട്ടികൾ മാത്രമല്ല, അതിൽ 2-3 രക്ഷകർത്താക്കളും ഈ കുറ്റകൃത്യത്തിന് കുട്ടികളെ കൂട്ടുനിന്നവരാണ്. നെഞ്ചക്ക് പോലുള്ള ആയുധങ്ങൾ കയ്യിൽ സൂക്ഷിക്കുന്ന ഗുണ്ട ആക്ട് പ്രകാരമുള്ള കേസുകളിൽ പ്രതികളായ ആളുകളാണ് മാതാപിതാക്കൾ. അവരാണ് പലപ്പോഴും കുട്ടികൾക്കിടയിലുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾ പോലും വലുതാക്കി മാറ്റുകയും ഈ കുട്ടികളെ അക്രമവാസനയിലേക്ക് തിരിയാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ കൃത്യമായ നടപടിയെടുക്കണം, അവരിലേക്ക് കൂടി അന്വേഷണം നീട്ടണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. ഈ പുറത്ത് നിൽക്കുന്ന ഇത്തരം ഈ ഗുണ്ടാ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്ന രക്ഷകർത്താക്കൾ പലപ്പോഴും ഷഹബാസിന്റെ പിതാവിനെയൊക്കെ അവഹേളിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അവർ സ്വൈര്യവിഹാരം ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സാക്ഷികളെ പോലും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്ന സംശയം അവർ കുടുംബം നേരത്തെ തന്നെ പങ്കുവച്ചിരുന്നു. എന്തായാലും ആ ആശങ്കകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ടത്. ഈ ആശങ്കകളുമായി ബന്ധപ്പെട്ട വിശദമായി തന്നെ പരിശോധന നടത്തും. ഈ ബന്ധപ്പെട്ടവരുമായി ഇക്കാര്യത്തിൽ വിശദീകരണം തേടും. കൃത്യമായ നീതി ഷഹബാസിന്റെ കുടുംബത്തിന് നൽകും എന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയാണ് മടക്കി അയച്ചിരിക്കുന്നത്. എന്തായാലും നിലവിൽ നടക്കുന്ന അന്വേഷണത്തിൽ തൃപ്തിയാണെങ്കിൽ പോലും കൂടുതൽ തലങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കണമെന്ന ആവശ്യമാണ്. മുഖ്യമന്ത്രിയെ കണ്ടതോടുകൂടി ഇക്കാര്യത്തിൽ ഒരു നീതി ലഭിക്കുമെന്ന പ്രതീക്ഷ തങ്ങൾക്കുണ്ട് എന്ന് അദ്ദേഹം ഇക്ബാൽ ഷഹബാസിന്റെ പിതാവ് പറയുകയും ചെയ്യുന്നു. ഇതോട് തന്നെ ചേർത്ത് വായിക്കാൻ കഴിയുന്നതാണ് ഈങ്ങാപ്പുഴയിൽ നടന്ന ഷിബിലിയുടെ വധവുമായി ബന്ധപ്പെട്ട കേസും. ഈ ഷിബില വധത്തിൽ 2 കാര്യങ്ങളാണ് ഈ കുടുംബം ആവശ്യപ്പെടുന്നത്. ഒന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ, ഈ മരണത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പരാതി കൊടുത്തെങ്കിലും അർഹമായ ഒരു ഗൗരവം അല്ലെങ്കിൽ ഒരു പരിഗണന പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായില്ല എന്നതാണ്. ഇത് കാട്ടി അവർ വിശദമായി വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്തു. ഈ വാർത്താ സമ്മേളനത്തിന് തൊട്ടു പിന്നാലെ തന്നെ റൂറൽ ജില്ലാ പോലീസ് മേധാവി ആ സ്റ്റേഷനിലെ PROയെ സസ്പെൻഡ് ചെയ്തിരുന്നു. PROയ്ക്കാണ് പരാതി ലഭിച്ചത്. പക്ഷേ അദ്ദേഹം അതിന്മേൽ കാര്യമായ നടപടിക്രമങ്ങൾ കൈക്കൊണ്ടില്ല. ഈ പരാതി കൈകാര്യം ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് ഗുരുതരമായ വീഴ്ച പറ്റി എന്ന് കണ്ടാണ് അത്തരമൊരു നടപടിയെടുത്തത്. പക്ഷേ അദ്ദേഹം PROയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ആ ഒരു പിഴവ്. സ്റ്റേഷന്റെ ചുമതലയുള്ളത് SHOയ്ക്കാണ്. സ്റ്റേഷനിൽ ഒരു പരാതി ലഭിച്ചാൽ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ തുടർ കാര്യങ്ങൾ ചെയ്യേണ്ടത് SHO ആണ്. ആ SHO
ഡിവൈഎസ്പിക്കും SIയുടെക്കും പ്രിൻസിപ്പൽ SIക്കും ഇക്കാര്യത്തിൽ വീഴ്ച വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇക്കാര്യങ്ങൾ കൂടി പരിശോധിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അക്കാര്യമാണ് ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ പ്രധാനമായി ആവശ്യപ്പെട്ടത്. മറ്റൊന്ന്, ഈ കുടുംബത്തിന്റെ ഒരു ഒത്താശ അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഒരു മൗനം, ഈ പലപ്പോഴും ഈ മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ച് ഭാര്യയെ വളരെ ക്രൂരമായി പീഡിപ്പിക്കുന്ന ഈ പ്രതിക്ക് യാസറിന് കുടുംബം ഒത്താശ ചെയ്തിട്ടുണ്ട്. അച്ഛൻ, അമ്മ എന്നിവർ പൂർണ്ണമായും ഇയാളുടെ ഒപ്പമാണ് ഈ കുട്ടിയുടെ മരണശേഷവും നിലനിൽക്കുന്നത്. അതുകൊണ്ട് അവർക്കെതിരെയും അന്വേഷണം വ്യാപിപ്പിക്കണം എന്ന ആവശ്യമാണ് ആ ബന്ധുക്കൾ മുന്നോട്ട് വെച്ചത്. അക്കാര്യവും കൃത്യമായി തന്നെ പരിഗണിക്കാം, പരിശോധിക്കാം എന്നാണ് കുടുംബം അറിയിച്ചിരിക്കുന്നത്. ഒപ്പം ഇക്കാര്യം ചൂണ്ടിക്കാട്ടി വനിതാ കമ്മീഷനും ഇന്ന് തന്നെ കുടുംബം പരാതി നൽകുന്നുണ്ട്. എന്തായാലും രണ്ട് കുടുംബത്തിനും പറയാനുള്ള കാര്യങ്ങൾ മേഖല കേന്ദ്രീകരിച്ച് ഈ 2025 ശേഷം 2025 തുടങ്ങിയ ശേഷം നിരവധി അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നു, കൊലപാതകം ഉണ്ടാകുന്നു. അവിടെ ലഹരിയാണ് പ്രധാനപ്പെട്ട വില്ലനായത്. ലഹരി സംഘങ്ങളുടെ സജീവ സാന്നിധ്യമുള്ള സ്ഥലമാണ് ഈ താമരശ്ശേരി. അവിടെ പോലീസിന്റെ വീഴ്ച അത് എടുത്തു പറയേണ്ടതാണ്. അങ്ങനെയെങ്കിൽ ഈ പോലീസിന്റെ ഈ താമരശ്ശേരി കേന്ദ്രീകരിച്ച് ഇങ്ങനെ വീഴ്ച വരുത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണ്ടതല്ലേ? ആ രീതിയിലുള്ളൊരു നടപടി ഉണ്ടാകുമോ? അത്തരമൊരു ആവശ്യം ഈ കുടുംബങ്ങൾ ഉന്നയിക്കുന്നുണ്ടോ? തീർച്ചയായും അത്തരം പോലീസുകാർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം തന്നെയാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യവും അതുതന്നെയാണ്. ഈ രണ്ട് കേസിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പോലീസിന്റെ ഭാഗത്തുനിന്നും വീഴ്ചയുണ്ടെന്ന് ഇരു കുടുംബങ്ങളും ആരോപിക്കുന്നു. ഇക്ബാൽ അല്ലെങ്കിൽ ഷഹബാസിന്റെ കുടുംബം പറയുന്നത് ഈ കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം നീങ്ങുന്നില്ല എന്നതാണ്. ഈ മറുവശത്തുള്ളവർ പ്രബലരാണ്. ഈ ഇപ്പോൾ ജയിലിൽ കഴിയുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ, പോലീസ് ഉദ്യോഗസ്ഥർ വരെയുള്ള ആളുകളുണ്ട്, ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് അത്തരം ഒരു തരത്തിലേക്ക് അന്വേഷണം നീങ്ങുന്നില്ല. സാക്ഷികളെ സ്വാധീനിക്കാനുള്ള ശ്രമം മറുവശത്തു നിന്ന് നടക്കുന്നു. മറുവശത്ത് ഈ അതേ രീതിയിൽ തന്നെയാണ് ഈ SHO അടക്കമുള്ള ആളുകൾക്ക് കൃത്യമായ ഉത്തരവാദിത്വമുണ്ടൊരു സ്റ്റേഷനിൽ പരാതി ലഭിക്കുമ്പോൾ ലഹരിക്ക് അടിമയാണ് എന്നുള്ള കാര്യമടക്കം അല്ലെങ്കിൽ ലഹരി കൊണ്ട് ഇയാൾ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളടക്കം പരാതിയിൽ വ്യക്തമായി പറഞ്ഞിട്ട് പോലും ഒരു ഒത്തുതീർപ്പിന് എന്ന രീതിയിലേക്ക് പോലീസ് അവരെ വിളിക്കുന്നു. ഈ കുടുംബ പ്രശ്നങ്ങൾ സാധാരണ രീതിയിൽ ഒരു വാക്കുതർക്കമോ അല്ലെങ്കിൽ അത്തരം ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിലാണ് ഒരു ഒത്തുതീർപ്പിന്റെ സാധ്യതകൾ പോലും അവശേഷിക്കുന്നത്. മറിച്ച് ലഹരിക്ക് അടിമയായ ഒരാൾ, ലഹരി ഇടപാടുകൾക്ക് ഇടനിലക്കാരനായി നിൽക്കുന്ന ഒരാളെ കുറിച്ച് പരാതി നൽകുമ്പോൾ അത് ആ അർത്ഥത്തിൽ അല്ലെങ്കിൽ ആ സംഭവം അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി പരിഗണിക്കേണ്ടിയിരുന്നു. പക്ഷേ ഇക്കാര്യം ഉണ്ടായില്ല. രണ്ടിടത്തും ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെയുള്ള പരാതി. ഒരിടത്ത് കേസ് അന്വേഷണത്തിൽ പോലീസ് അലംഭാവം കാട്ടുന്നു എന്ന് പറയുമ്പോൾ മറുവശത്ത് ആദ്യം മുതൽ പോലീസിന്റെ നിസ്സംഗത ഉണ്ട് എന്നാണ് കുടുംബങ്ങൾ പറയുന്നത്. എന്തായാലും അടുത്തടുത്ത ഇടങ്ങളിൽ താമസിക്കുന്ന ആളുകളാണ്. ഒരേ രീതിയിൽ തന്നെ രണ്ട് കുടുംബങ്ങൾക്കും നൽകിയത്. താമരശ്ശേരിയിൽ കൊല്ലപ്പെട്ട 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെയും ഭർത്താവിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഷിബിലിയുടെയും കുടുംബങ്ങളാണ് മുഖ്യമന്ത്രി നേരിൽ കണ്ട് പരാതികൾ ബോധിപ്പിച്ചത്. പോലീസിന്റെ ഭാഗത്ത് ഗുരുതരമായിട്ടുള്ള വീഴ്ചകളുണ്ടായി. 2 കൊലക്കേസുകളിലും ഒരു കൃത്യമായ ഇടപെടൽ ഉണ്ടാകണം. ഈ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണം. കുറ്റക്കാർക്ക് കർശനമായ ശക്തമായ ശിക്ഷ ഉറപ്പാക്കണം എന്ന ആവശ്യങ്ങളാണ് കുടുംബങ്ങൾ ഉന്നയിക്കുന്നത്. സ്പോട്ട്ലൈറ്റ്